സ്ട്രാറ്റജിസ്റ്റ് ആണെന്ന് എഴുതി. അപ്പോൾ കാരണം തമിഴ്നാട്ടിൽ സ്റ്റാലിനെ വിജയിപ്പിച്ചു, നരേന്ദ്രമോദിയെ വിജയിപ്പിച്ചു, മമതയെ വിജയിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിജയമായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ കഴിവാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. സുനിൽ കനകോലുവിനും ഉദയ പരിപാടി തന്നെയാണ്. പിന്നെ ഇവർക്ക് ബേസിക് ആയിട്ട് പൾസ് അറിയുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം പിള്ളേരെ കണക്കിന് ജയിപ്പിക്കാൻ പറ്റാത്ത ആൾ കണക്ക് ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന പോലെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണത്. പുള്ളി ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പം പൾസ് അറിയുന്ന ആൾ, 3000 കിലോമീറ്റർ യാത്ര ചെയ്ത ആൾ നിലം തൊടാതെ പോയി എന്ന് പറയുമ്പോൾ, ഒറ്റ സീറ്റ് കിട്ടാതെ പോയി എന്ന് പറയുമ്പം പുള്ളിയെ ഇനിയിപ്പം കോൺഗ്രസ്സുകാരെ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കുമോ? ഇല്ല. ഇനി പുള്ളിക്ക് ഏതെങ്കിലും പാർട്ടിക്കാരും അവരുടെ PR വർക്ക് ഇയാളെ ഏൽപ്പിക്കുകയോ? ഇല്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ അതിമോഹം കൂടിയപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പം പുള്ളിക്ക് ഉള്ള പണിയും പോയി. മറ്റേത് PR വർക്ക് തന്നെ നടത്തിയിട്ട്, കാരണം ഈ പൊട്ടന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരിനെയും വിളിച്ചേനെ. ഇപ്പോൾ രേവന്ത് റെഡ്ഡി വിളിച്ചേനെ. പ്രശാന്ത് കിഷോറിന് ഇപ്പം JDUവിൻ്റെ കൂടെ തന്നെ നിന്നു കൂട്ടിക്കോ, JDUവും BJPയും വീണ്ടും ജയിക്കുന്നു. അതും പ്രശാന്ത് കിഷോറിൻ്റെ ക്രെഡിറ്റ് വന്നു. അപ്പോൾ രേവന്ത് റെഡ്ഡി വിളിക്കും, DK ശിവകുമാർ വിളിക്കും, എല്ലാവരും വിളിക്കും. കേരളത്തിലും കൊണ്ടുവന്നേനെ.